കള്ളൻ പവിത്രന് രണ്ട് ഭാര്യമാരാണ്. ഒരാൾ ജാനകി, മറ്റൊരാൾ ദമയന്തി. ദമയന്തിക്ക് ഒരു കുഴപ്പമുണ്ട്. അത് പകുതി പേരറിയുന്ന ഭാര്യയും പകുതി പേരറിയാത്ത ഭാര്യയാണ്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഈ ദമയന്തിയുമായിട്ട് പവിത്രനുള്ളത്. അപ്പോൾ ഈ കട്ടുകൊണ്ട് പോകുന്നത് ടൗണിൽ കൊണ്ടുപോയിട്ട് ഒരു പാത്രക്കടയിൽ കൊടുക്കുന്നു. ആ പാത്രക്കടയിൽ ഉള്ള ആ ഒരു പാത്ര വ്യാപാരി ഇയാളെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തും. ഈ മാമച്ചനെ ദമയന്തി വശീകരിച്ച് കൈക്കലാക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ പവിത്രൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും മാമച്ചൻ മുറിക്കകത്തുണ്ട്. പിന്നീട് പവിത്രൻ ആ നാട്ടിലെ ഒരു സമ്പന്നനായി മാറുകയാണ്. തൻ്റെ ഭാര്യയോട് പോലും പറയാത്ത ആ വലിയ രഹസ്യം ഭാമയോട് പറയാൻ തയ്യാറാകുകയാണ് പവിത്രൻ. ഇവരൊരു ടൗണിൽ പോയിട്ട് അവിടെ പോയൊരു റൂമൊക്കെ എടുത്തതിന് ശേഷമാണ് പറയുന്നത്. അപ്പം എന്തിനാണിത് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാരണം ഭാമ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? പല രീതിയിലുള്ള കള്ളന്മാർ. പല കഥകളിൽ, നമ്മളൊക്കെ പണ്ടത്തെ കഥകളിലൊക്കെ അത് ഇത്തിക്കര പക്കി, കായംകുളം കൊച്ചുണ്ണി, ഇങ്ങനെ തുടങ്ങിയ കള്ളന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്കൊരു കഥകളിലൂടെ, കെട്ടുകഥകളിലൂടെയൊക്കെ കേട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞു വന്നിട്ടുള്ള വാമൊഴിയായിട്ടുള്ള കഥകളായിരുന്നു. എന്നാൽ അതിലും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിരുന്ന കള്ളന്മാരും ആ കാലത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ലക്ഷണമൊത്ത ഒരു കള്ളൻ എന്നൊരു ടൈറ്റിലോടുകൂടി മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്. കള്ളൻ പവിത്രൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. 1981 ഈ സിനിമ പുറത്തിറങ്ങിയത്. സംവിധാനവും സംഭാഷണവും ഒക്കെ നിർവഹിച്ചത് പി പത്മരാജനായിരുന്നു. കള്ളൻ പവിത്രന് രണ്ട് ഭാര്യമാരാണ്. ഒരാൾ ജാനകി, മറ്റൊരാൾ ദമയന്തി. ദമയന്തിക്ക് ഒരു കുഴപ്പമുണ്ട്. അത് പകുതി പേരറിയുന്ന ഭാര്യയും പകുതി പേരറിയാത്ത ഭാര്യയാണ്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഈ ദമയന്തിയുമായിട്ട് പവിത്രനുള്ളത്. പവിത്രന് അവിടെ അറിയപ്പെടുന്ന ഒരു കള്ളനാണ്. അയാൾ കക്കും എന്നുള്ളത് കൊണ്ട് പലരും അയാളെ ഹെൽപ്പ് ചെയ്യാറില്ല. സാഹചര്യം കൊണ്ട് അയാൾ ഭയങ്കരമായിട്ട് കള്ളനായി മാറിയ ഒരാളാണ്. എന്നാൽ അയാൾ വലിയ മോഷണമൊന്നുമല്ല നടത്തുന്നത്. കിണ്ടി, മൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇയാൾ ഒരു തവണ ഒരു മാമച്ചൻ എന്നൊരാളുടെ ഒരു ഓട്ടുപാത്രം കട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ കട്ടുകൊണ്ട് പോകുന്നത് ടൗണിൽ കൊണ്ടുപോയിട്ട് ഒരു പാത്രക്കടയിൽ കൊടുക്കുന്നു. ആ പാത്രക്കടയിൽ ഉള്ള ആ ഒരു പാത്ര വ്യാപാരി ഇയാളെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തും. ഈ പാത്രക്കടയിൽ അയാൾ വൈകുന്നേരം വരെ നിൽക്കുമ്പോൾ അവിടെ കൈമൾ എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാളാണ് ഈ പാത്രത്തിൻ്റെ വെയിറ്റൊക്കെ നോക്കുന്നതൊക്കെ. അപ്പോൾ അയാൾ എവിടെ എന്നൊക്കെ ഈ കള്ളൻ പവിത്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാത്രക്കടയുടെ ഉടമ പറയുന്നുണ്ട്, കട്ടുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നു. അങ്ങനെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നു. അവസാനം ഈ പാത്രക്കടയുടെ ഉടമ പറയും, ഞങ്ങൾക്ക് 10-14 കട വേറെ ഉണ്ട്, അപ്പോൾ അവിടെ എവിടെയാണ് കൊടുത്തേക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എവിടെയാണ് ആ പാത്രം ഇരിക്കുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ, ഞാൻ ഗോഡൗണിലേക്ക് വിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കടയുടെ പുറകിലുള്ള ആ ഒരു ഗോഡൗണിലേക്ക് വിടും. അത് കണ്ട് നിൽക്കുന്ന കള്ളൻ പവിത്രൻ, ആ ഒരു കാഴ്ച ഭയങ്കര രസകരമാണ്. കാരണം ഒരു കൂട്ടം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ ഈ കള്ളൻ്റെ മുന്നിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തെ അവസ്ഥ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അയാൾ ഭയങ്കര മിഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് അയാൾ ഒരു പാത്രം എടുത്ത് നോക്കുന്നു. പാത്രമല്ല, ഒരു വിളക്ക് പോലൊരു സംഭവം എടുത്ത് നോക്കുന്നു. അതിനകത്തൊരു പാമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പാമ്പ് ഇറങ്ങിപ്പോകുന്നു. അവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ട് എന്നൊക്കെ കടയുടമ പറയുന്നൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് പോലീസുകാർ പുറത്ത് വരുന്നു. അപ്പോൾ ഇയാൾ ലൈറ്റ് ഓഫ് ചെയ്ത് കള്ളൻ പവിത്രനെ രക്ഷിക്കുന്നു. അങ്ങനെ അവിടുന്ന് ആ ഒരു സന്ദർഭം കഴിഞ്ഞ് അങ്ങ് പോകുന്നു. അപ്പം അന്ന് ഉണ്ടായിരുന്ന അയാൾക്കുള്ള ചിലവിനുള്ള പൈസ കടയുടമ ഇയാൾക്ക് കൊടുക്കുന്നു. കള്ളൻ പവിത്രൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. പവിത്രൻ തിരിച്ച് നാട്ടിലെത്തുമ്പോഴേക്കും ദമയന്തി അവിടെ ചെറിയൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആരുടെ പാത്രമാണോ എടുത്തുകൊണ്ട് പോയത് അയാളുടെ പേര് മാമച്ചൻ എന്നാണ്. ഈ മാമച്ചൻ അവിടുത്തെ ഒരു മില്ലുടമയൊക്കെയാണ്. ഈ മാമച്ചനെ ദമയന്തി വശീകരിച്ച് കൈക്കലാക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ പവിത്രൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും മാമച്ചൻ മുറിക്കകത്തുണ്ട്. അപ്പം അവിടുന്ന് ദേഷ്യപ്പെട്ട് പവിത്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ജാനകിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ജാനകിയോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമൊക്കെ. ജാനകിയിൽ 2 കുട്ടികളുണ്ട്. കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നു. അങ്ങനെ പവിത്രൻ
ദമയന്തിയെ ഉപേക്ഷിച്ച് ജാനകിയോടൊപ്പം ഇനി താമസിക്കാനൊക്കെ തീരുമാനിക്കുന്നു. അതിനുശേഷം പവിത്രൻ പയ്യെ പയ്യെ അങ്ങ് സമ്പന്നനാകാൻ തുടങ്ങുന്നു. അപ്പോൾ മാമച്ചന് പറയുന്നുണ്ട്, എൻ്റെ സാധനം വിറ്റിട്ടാണ് ഇവൻ പോയി പണക്കാരനാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2 ഓട്ടുപാത്രം വിറ്റാൽ എന്താണ് കിട്ടുക എന്നറിയില്ല. എന്നാലും ഇവൻ എവിടെ നിന്നാണ് ഇത്രമാത്രം പണം എന്നുള്ള കാര്യങ്ങളൊക്കെ ദമയന്തിയും മാമച്ചനും തമ്മിൽ അങ്ങ് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. മാമച്ചൻ്റെ മകൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അച്ചാച്ചനെ പറ്റി കേൾക്കുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല, എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വരൂ എന്നൊക്കെ ഈ മാമച്ചനോട് പറയുന്നു. അങ്ങനെ മാമച്ചൻ പയ്യെ പയ്യെ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. മാമച്ചൻ്റെ മില്ലൊക്കെ അങ്ങ് തകരാൻ തുടങ്ങി. കാരണം മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ആ ബന്ധമാണ് അവിടെ പ്രശ്നമാകുന്നത്. ആരും അങ്ങോട്ട് കയറുന്നൊന്നുമില്ല. പിന്നീട് പവിത്രൻ ആ നാട്ടിലെ ഒരു സമ്പന്നനായി മാറുകയാണ്. പിന്നീട് പയ്യെ പയ്യെ പവിത്രന് അങ്ങ് സമ്പന്നനാകാൻ തുടങ്ങുന്നു ആ നാട്ടിലത്തെ. അയാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ജീവിതം അയാൾക്കുണ്ടാകുന്നു. ആ നാട്ടിൽ പുതിയൊരു കാറ് വരെ അയാൾ മേടിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം പണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ മോഷണമൊക്കെ നിർത്തി അധ്വാനിക്കാൻ തുടങ്ങി എന്നൊക്കെ സ്വയം എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട്. അയാളുടെ ഒരു സുഹൃത്തിനെ തന്നെയാണ് അയാൾ ആ കാറിൻ്റെ ഡ്രൈവറാക്കി വെക്കുന്നതൊക്കെ. ഇതിനിടയ്ക്ക് ദമയന്തി ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിക്ക്, പവിത്രൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് അതിലൊരാളോട് ചോദിക്കുന്നു, എങ്ങനെയാടാ നിനക്ക് നിൻ്റെ അച്ഛന് ഇത്രയും പണം കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈ കുട്ടി പറയും, എൻ്റെ അച്ഛന് എല്ലാ ദിവസവും ഒരു പാമ്പ് വന്ന് കാണും, ആ പാമ്പ് ഒരു രത്നം ഇട്ട് കൊടുത്തിട്ട് പോവും, അങ്ങനെയാണ് എൻ്റെ അച്ഛൻ പണക്കാരനായത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിയുന്നു. ഇതിന് ശേഷം ദമയന്തിയും മാമച്ചനും തമ്മിലുള്ള അടുപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ മാമച്ചൻ്റെ മനസമാധാനം എല്ലാം തകരുന്നു. കാരണം അവിടെ ആ നാട്ടിൽ പുതിയൊരു മില്ല് തുടങ്ങിയിട്ടുണ്ട്. അത് ജാനകി എന്ന പേരിൽ പവിത്രൻ തുടങ്ങിയ മില്ലാണ്. അപ്പോൾ ഈ മില്ലുടമ, അതുവരെ മില്ലുടമയായിരുന്ന ആ നാട്ടിൽ വേറെ ഒരു മില്ലുകളും ഇല്ലായിരുന്ന മാമച്ചൻ എന്ന ആ ഒരു സമ്പന്നൻ പയ്യെ പയ്യെ ദരിദ്രനായി തീർന്നു. അങ്ങനെ പുതിയൊരു മില്ല് വന്നപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം ആ മില്ലിലേക്ക് പോയി. അങ്ങനെ വീണ്ടും ഈ പവിത്രൻ ആ മില്ലിൻ്റെ ആ ഒരു സമ്പാദ്യം കൊണ്ടൊക്കെ വീണ്ടും അയാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടാകുന്നു. ദമയന്തിയുടെ അനിയത്തിയായിട്ടുള്ള ഭാമ, അപ്പം ഭാമ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ടൈപ്പ് റൈറ്ററിങ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവളോട് ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ് പവിത്രന്. ഭാര്യയായിരുന്ന, അല്ലെങ്കിൽ പകുതി ഭാര്യയാക്കി വെച്ചിരുന്ന ഒരാളുടെ അനിയത്തിയെ ഇയാൾ പ്രേമിക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. എന്നിട്ട് പോലും പവിത്രൻ ആ ഒരു ഉള്ളിൽ കിടക്കുന്ന കള്ളൻ്റെ സ്വഭാവം അയാൾ കാണിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ ഈ പെൺകുട്ടിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു. ഈ പെൺകുട്ടിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു. അതുപോലെ ഇവളെ ടൗണിൽ കൊണ്ടുപോകുന്നു. പല റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി ഇവർ തമ്മിൽ കാണുന്നു. അങ്ങനെ ഇയാളുടെ പണം ഉപയോഗിച്ച് ഇവളെ ഒരുപാട് സ്വാധീനിക്കുന്നു. മാമച്ചൻ എപ്പോഴും ഒരു സംശയം, ഇവൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കാനുള്ള ചെരുപ്പും അതുപോലെ സാരിയും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് ഇയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും ദമയന്തി പറയുന്നു, അത് ഞാൻ കൊടുത്ത പണമാണ് എന്നൊക്കെ പറയുന്നു. ദമയന്തി എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, അവൾ എൻ്റെ അനിയത്തിയാണ്, അവൾക്ക് കുറച്ചുകൂടെ തൻ്റെ ഇടം വേണം എന്നുള്ള കാര്യമൊക്കെ ഈ മാമച്ചനെ പറഞ്ഞ് അറിയിക്കുന്നു. ഇങ്ങനെ വീണ്ടും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു. അവസാനം ഇവൾ പറയുന്നു, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ചെറിയൊരു മനസ്സമാധാനം എനിക്ക് വേണം. എന്താണെന്ന് വെച്ചാൽ മാമച്ചൻ്റെ ആ പാത്രം അതെവിടെയാണോ അത് എടുത്തു കൊടുത്താൽ മാത്രമേ ഇവൾ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറയുന്നു. ഇതിനു മുമ്പായിട്ട് എങ്ങനെയാണ് പണക്കാരനായത് എന്നുള്ള കാര്യം കൂടി ഭാമ ചോദിക്കാൻ മടിക്കുന്നില്ല. അതറിയണമല്ലേ, അറിഞ്ഞാൽ മതിയാകുള്ളൂ അല്ലേ എന്നൊക്കെ പവിത്രൻ ചോദിക്കുന്നുണ്ടെങ്കിലും പവിത്രനെ കൊണ്ട് വളരെ നിർബന്ധിച്ച്, വളരെ വശീകരിച്ച് ഈ ഭാമ ആ ഒരു രഹസ്യം പറയിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യയോട് പോലും പറയാത്ത ആ വലിയ രഹസ്യം ഭാമയോട് പറയാൻ തയ്യാറാകുകയാണ് പവിത്രൻ. ഇവരൊരു ടൗണിൽ പോയിട്ട് അവിടെ പോയൊരു റൂമൊക്കെ എടുത്തതിന് ശേഷമാണ് പറയുന്നത്. ഇയാൾ ആ ഒരു രഹസ്യം ഭാമയോട് പറയുകയാണ്. മുമ്പ് താൻ ആ ഓട്ടുപാത്രം വിൽക്കാൻ പോയ ആ ഒരു കടയുണ്ടല്ലോ, അവിടെ വെച്ച് എടുത്തു നോക്കിയ ആ ഒരു പാത്രം അതൊരു വിളക്കായിരുന്നു. ആ വിളക്കിനോട് അയാൾക്ക് പെട്ടെന്നൊരു ആകർഷണം തോന്നിയിരുന്നു. അപ്പോൾ ആ ഒരു വിളക്ക് താൻ മോഷ്ടിച്ചു. എന്നിട്ട് ആ കടയിൽ തന്നെ കൊണ്ട് വീണ്ടും വിറ്റു. അവിടെ കൊണ്ട് വിറ്റപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായിട്ടാണ് ഈ പവിത്രൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് വിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടുപാത്രമായിരുന്നില്ല,
ശരിക്കുമുള്ളൊരു തങ്കമായിരുന്നു. തങ്കത്തിൽ തീർത്തൊരു വിഗ്രഹമായിരുന്നു ആ ഒരു ഉപകരണം. അത് വിറ്റപ്പോൾ കടയുടമ പോലും അയാൾക്ക് പോലും മനസ്സിലായില്ല സ്വന്തം സാധനമാണ് അയാൾ കൊണ്ട് തനിക്ക് വിറ്റിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു വിളക്കിൽ നിന്ന് അയാൾക്ക് കുറേ പൈസ കിട്ടുന്നു. ഇങ്ങനെ ആ ഒരു പണം കൊണ്ടാണ് അയാൾ ലക്ഷം വീട് കോളനിയിലെ വലിയൊരു പണക്കാരനായി തീർന്നത്. അങ്ങനെയാണ് ആ ഒരു മില്ല് തുടങ്ങിയതും അവിടുത്തെ പുതിയ കാറുടമയായി മാറിയതും ഒക്കെ. ഇങ്ങനെ ഭാമ പവിത്രനെ വിവാഹം ചെയ്യാൻ തയ്യാറാകുന്നു. അവർ തമ്മിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അന്നേരം ഭാമ പറയുന്ന മറ്റൊരു കാര്യമാണ് മാമച്ചൻ്റെ പാത്രം കൂടെ കൊണ്ട് കൊടുത്താലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്നുള്ള കാര്യം. വീണ്ടും ഇയാൾ അവിടെ മോഷ്ടിക്കാൻ പോവുകയാണ്. താൻ ആദ്യം കൊണ്ടുവച്ച പാത്രം തിരഞ്ഞു പോകുന്ന പവിത്രൻ ഈ പാത്രം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും മാമച്ചൻ എന്തു ചെയ്യും? ഈ മാമച്ചൻ പരാതി കൊടുത്ത ആ ഒരു പോലീസുകാരനെ കൊണ്ട് തന്നെ പവിത്രനെ പിടിപ്പിക്കുന്നു. അവിടെ വെച്ചാണ് കഥ അവസാനിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടായിരുന്നത് ദമയന്തിയുടെ കുബുദ്ധിയായിരുന്നു. ഈ ഒരു കഥ ഇങ്ങനെയാണ് അവിടെ അവസാനിക്കുന്നത്. കള്ളൻ പവിത്രൻ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകുന്നു. പത്മരാജൻ എന്ന എഴുത്തുകാരൻ്റെ, സംവിധായകൻ്റെ, സാഹിത്യകാരൻ്റെ ആദ്യത്തെ സക്സസ്ഫുൾ മൂവിയായിരുന്നു ഈ കള്ളൻ പവിത്രൻ എന്ന സിനിമ. ഈ സിനിമയ്ക്ക് മറ്റു കുറേ പ്രത്യേകതകളുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ അനുഗ്രഹീതനായ കലാകാരന്മാരാണ്. അതുപോലെ ഈ സിനിമയിൽ പാട്ടില്ല. അതുപോലെ ഈ കള്ളൻ പവിത്രനെ കാണിക്കുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഗ്രാമജീവിതം, നാഗരിക ജീവിതം ഇതൊക്കെ ഈ സിനിമയിൽ ഒട്ടേറെ കാണിച്ചു തരുന്നുണ്ട്. ഒരാൾക്ക് പൈസ വന്നു കഴിയുമ്പോഴുള്ള മാറ്റം, അതിന് മുമ്പുള്ള അയാളുടെ ഒരു രൂപം, ഇതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. ഇതിൽ കള്ളൻ പവിത്രൻ എന്ന വേഷം ചെയ്തത് നെടുമുടി വേണു സാറായിരുന്നു. അതുപോലെ പാത്രവ്യാപാരിയായിട്ട് അടൂർ ഭാസി എന്ന അതുല്യ കലാകാരനായിരുന്നു. മാമച്ചൻ്റെ വേഷം ചെയ്തത് ഭരത് ഗോപി എന്ന ഒരു കലാകാരനായിരുന്നു. ഇവരെല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ഭയങ്കര സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇവരുടെയൊക്കെ ഒരു അഭിനയ മികവ് കൊണ്ടുകൂടി തന്നെയാണ് ഈ സിനിമ ഭയങ്കര സക്സസ്ഫുൾ ആയത് എന്ന് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ലക്ഷണമൊത്തൊരു കള്ളൻ എന്ന് പറയുമ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയേണ്ടി വരും. കാരണം എന്താണ് ഈ കള്ളനുള്ളൊരു ലക്ഷണം? കള്ളനോട്ടമാണോ? അതെ. എന്നാൽ പിടിച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റിയാണോ? അതെ. ഇതെല്ലാം തന്നെ ഉള്ള ഒരാളായിരുന്നു കള്ളൻ പവിത്രൻ. പക്ഷെ അവിടെ ശരിക്കും ഉള്ളൊരു കള്ളത്തരം കാണിച്ചതാരാണ്? ദമയന്തി എന്ന ഒരു സ്ത്രീയാണ്. പുരുഷൻ്റെ ഒരു വീക്ക്നെസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് അത് ഉപയോഗിക്കുന്ന സ്ത്രീയെയാണ് ഈ സിനിമയിൽ കാണിച്ചിരുന്നത്. സ്വന്തം ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പെണ്ണുങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുള്ളൊരു ഗുണപാഠം പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. കള്ളത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമൊന്നും ഇല്ല എന്നും കൂടി ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യം കൂടിയാണത്. കള്ളികളും കള്ളന്മാരും നിറഞ്ഞൊരു ലോകം. നമ്മുടെ ഇടയിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് വീണ്ടും കാണിച്ചു തരികയാണ് ഈ ഒരു സിനിമയിലൂടെ. ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് വിപിൻ ദാസ് എന്നൊരു ഛായാഗ്രഹകനായിരുന്നു. ഒരു കാലഘട്ടത്തിൽ, അതായത് 1981കളിലുള്ള തിരുവനന്തപുരം എന്ന ആ ഒരു സ്ഥലത്തെ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമാന്തരീക്ഷം, ലക്ഷം വീട് കോളനി, അതുപോലെ കുറച്ചുകൂടെ നഗരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയുള്ള പാത്രവ്യാപാര കടകൾ, അവിടുത്തെ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലങ്ങൾ, അതുപോലത്തെ മറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ അന്നുണ്ടായിരുന്ന വേഷങ്ങൾ, ഇതെല്ലാം തന്നെ ഈ സിനിമയിൽ ഭയങ്കര പ്രത്യേകതകളുള്ളതാണ്. അന്നത്തെ ആ ഒരു ആളുകളുടെ ജീവിത രീതിയും ഈ സിനിമയിൽ ഭയങ്കര ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്നും ആ ഒരു പാത്രക്കടയുണ്ട്. പി മാധവൻ തമ്പി എന്ന ഒരു കടയുടെ പേര് PMT, അതാണ് ആ ഒരു പാത്രക്കടയുടെ പേര്. ഇന്നും അത് വലിയൊരു ഷോപ്പാണ്. തിരുവനന്തപുരം എന്നൊരു നഗരത്തിലെ ഇന്നത്തെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പം പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സിനിമയുടെ ചിത്രസംയോജനം നിർവഹിച്ചത് മധു കൈനക്കിരിയായിരുന്നു. പത്മരാജൻ സിനിമകൾക്കാണ് അദ്ദേഹം കൂടുതലും എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടും ഈ സിനിമയുടെ മറ്റൊരു സക്സസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്യാം ആയിരുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് പാട്ടുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ കള്ളൻ പവിത്രൻ പോകുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ഇവരുടെ ടൗൺ ജീവിതത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്,
അതൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യൽ മ്യൂസിക്കുകളാണ്. കാരണം കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് തന്നെ നമുക്കൊരു അന്തരീക്ഷം ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗീത സംവിധാനമായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്നും ഒരുപാട് പ്രേക്ഷകരുള്ളൊരു സിനിമയാണ് കള്ളൻ പവിത്രൻ. ദമയന്തിയുടെ ബുദ്ധിയിൽ ഭാമയും മാമച്ചനും കൂടെ ചേർന്നുണ്ടാക്കിയൊരു ഹണി ട്രാപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ കള്ളൻ പവിത്രനെ പിടിക്കാനുള്ള കാരണമെന്ന് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കും. ഇന്നും ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഓരോ പരിപാടിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ അൺസക്സസ്ഫുൾ ലൈഫിനും കാരണം അതുതന്നെയാണ്. ഇങ്ങനത്തെ നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ കള്ളൻ പവിത്രൻ കുറച്ചുകൂടെ ഭംഗിയിൽ അല്ലെങ്കിൽ അതിന് ചെറിയ പ്രത്യേകതകളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്ന ഒരു കഥ കൂടിയാണ്. ഇനി മറ്റൊരു സിനിമയുടെ കഥയും വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.